നമസ്കാരം. ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടും ജനങ്ങളെ പരിഹസിച്ചുകൊണ്ടും രാഷ്ട്രീയ സംവിധാനങ്ങളെ മോശമാക്കിക്കൊണ്ടുമൊക്കെ CPM നേതാക്കൾ ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം മുതൽ തന്നെ അവനവനെ ഏറ്റ പരാജയത്തിന്റെ കാരണം മറ്റുള്ളവരാണ്. ക്രോസ് വോട്ടിംഗ് നടന്നു. BJP കോൺഗ്രസ് ലയനം വളരെ എളുപ്പമാണ്, അനായാസേന ലയനം എന്നാണ് തോറ്റ MLA M സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ പോസ്റ്റ് വലിയ ചർച്ചയായി. ഇത് ചർച്ചയായി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പല കമന്റുകളും പല അഭിപ്രായങ്ങളും പല ചർച്ചകളും നടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ താൻ തോറ്റപ്പോൾ തോറ്റത് ജനങ്ങളാണ് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ നെഞ്ചത്ത് കയറിയ, ജനങ്ങളെ പരിഹസിച്ച, അപമാനിച്ച, അവഹേളിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് M സ്വരാജ്. ഇയാൾ കേരളത്തിൽ എവിടെ നിന്നാലും ഇനി ജയിക്കില്ല. തൃപ്പൂണിത്തുറയിൽ നിന്നല്ല, എവിടെ നിന്നാലും ജയിക്കില്ല. അത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. മാത്രമല്ല, അദ്ദേഹത്തെ പാർട്ടി ഒരു ബലിയാടാക്കി കൊണ്ടു നടക്കുകയാണ്. കുറേയിടത്ത് തോൽക്കും, അവസാനം തോറ്റ് ഒരു പരുവമാകുമ്പോൾ സൈഡിലേക്ക് അങ്ങ് മാറ്റി നിർത്തും. അതോടുകൂടി രാഷ്ട്രീയ ജീവിതവും രാഷ്ട്രീയ ഭാവിയും ഒക്കെ അവസാനിക്കും. അങ്ങനെയാണ് ഇയാളെ കൊണ്ട് നടക്കുന്നത്. ഇയാൾക്ക് ഇതൊക്കെ മനസ്സിലാകാഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്തൊക്കെയായാലും യാതൊരു അടിസ്ഥാനവുമില്ലാതെ, നിലവാരവുമില്ലാതെയാണ് ഇത്തരത്തിലുള്ള പല പ്രയോഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും രസകരം, കേരളം വിട്ടുകഴിഞ്ഞാൽ ഇവർ ഇന്ത്യ മുന്നണിയാണ്. കോൺഗ്രസും CPM-ഉം ഒക്കെ ചേർന്ന ഇന്ത്യ മുന്നണിയാണ്. ബൃന്ദ കാരാട്ടും സോണിയാഗാന്ധിയും അതുപോലെ രാഹുൽ ഗാന്ധിയും ഒക്കെ ചേർന്ന് നിൽക്കുന്നതും കൈ കൊടുക്കുന്നതും MA ബേബി സഖാവ് ജയ് വിളിക്കുന്നതും ഒക്കെ ഡൽഹിയിൽ നമ്മൾ ചിത്രങ്ങളിലൂടെ കണ്ടു, വാർത്തകളും കേട്ടു. എന്നിട്ട് കോൺഗ്രസും BJP-യും തമ്മിൽ അങ്ങ് ലയിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ധാർമ്മികത എന്താണ് എന്ന് പോലും മനസ്സിലാക്കാതെയാണ് സ്വരാജ് പലപ്പോഴും പ്രതികരിക്കുന്നത്. ഈ പ്രതികരണവും അങ്ങനെ തന്നെ. കുമരകത്തെയും മറ്റത്തൂരിലെയും കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ CPM-നെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി കോൺഗ്രസും BJP അംഗങ്ങളും തമ്മിൽ അവരുടെ പ്രാദേശിക തലത്തിൽ ഒരു ധാരണയുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ CPM-ഉം SDPI-യും ധാരണയുണ്ടാക്കുന്നത്, കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും ധാരണയുണ്ടാക്കുന്നത് ഒക്കെ പ്രാദേശികമായി നമ്മൾ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ തീവ്രവാദ സംഘടനകളുമായിട്ടൊക്കെ ചേർന്ന് പല പഞ്ചായത്തുകളും ഇതിനു മുൻപും CPM ഭരിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഭരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്താണ് വിളിച്ചു പറയാത്തത്? SDPI-യും CPM-ഉം തമ്മിലെങ്കിൽ ലയിച്ചാൽ എന്താ കുഴപ്പം? കാരണം SDPI-യിൽ നിന്ന് CPM-ലേക്ക് ധാരാളം പേർ വന്നിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ PFI-യിൽ നിന്ന് എത്തിയത് CPM-ലേക്കാണ്. അപ്പം നിരോധിത സംഘടനയായ PFI-യുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ SDPI-യും അതുപോലെ തന്നെ CPM-ഉം തമ്മിൽ ഒരു ലയനം തീർച്ചയായിട്ടും അനായാസേന ലയനമാണ്, അത് സാധ്യമാണ്. അതിനെക്കുറിച്ച് M സ്വരാജ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എങ്ങനെയിരിക്കും ആ പരിപാടി? അതല്ലേ നല്ലത്. കാരണം ലയിക്കാതെ തന്നെ നിങ്ങളൊക്കെ ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ടും മത മൗലികവാദികളുമായിട്ടും ഒക്കെ തന്നെ രഹസ്യ ധാരണയുണ്ടാക്കുകയും സെറ്റപ്പ് ഉണ്ടാക്കുകയും ഇലക്ഷനിൽ വോട്ട് പിടിക്കുകയും അവരുടെ വോട്ട് ആവശ്യപ്പെടുകയും മതപ്രീണനം നടത്തി അവരെ സ്തുതിച്ച്, അവരെ സ്തുതി ഗീതങ്ങൾ പാടിക്കൊണ്ട്, അവർക്ക് വേണ്ട പിന്തുണ കൊടുത്തുകൊണ്ടൊക്കെ തന്നെ, അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ ജനങ്ങൾ കാണുന്നില്ലേ? M സ്വരാജിനെ പോലെ ഒരു നേതാവ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നിങ്ങളുടെ പാർട്ടിക്കേറ്റ തിരിച്ചടിയെ കുറിച്ച്, നിങ്ങളുടെ പാർട്ടി പടുകുഴിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഒക്കെ തന്നെ ഒരുപാട് വായിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് M സ്വരാജ് എന്നാണ് പറയപ്പെടുന്നത്. ചരിത്ര പുസ്തകങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ എന്ന് ശങ്കരാടിയുടെ കഥാപാത്രം പറയുന്നത് പോലെ തീർച്ചയായിട്ടും ചരിത്ര പുസ്തകങ്ങൾ പഠിക്കണം. കമ്മ്യൂണിസം എങ്ങനെ തകർന്നു, കമ്മ്യൂണിസം എവിടേക്ക് ഇല്ലാതായി, എങ്ങനെ ആ ഒരു ആശയം തന്നെ ഇല്ലാതായി എന്നതിനെ കുറിച്ച് കൂടി സ്വരാജ് പഠിക്കണം. കോൺഗ്രസിന്റെയും BJP-യുടെയും കാര്യം അവർ നോക്കിക്കൊള്ളും, അല്ലെങ്കിൽ BJP-യുടെ കാര്യം BJP-യും കോൺഗ്രസിന്റെ കാര്യം കോൺഗ്രസും നോക്കിക്കൊള്ളും. പ്രാദേശികമായ ഇത്തരം പിന്തുണകളും അല്ലെങ്കിൽ CPM-നെ ഒഴിവാക്കി നിർത്താനുള്ള ധാരണകളും ഒക്കെ അതുണ്ടായേക്കാം. അതൊക്കെ രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൽ അതൊക്കെ തന്നെ സാധ്യമാണ്. എന്തായാലും മതതീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് CPM-ഉം കോൺഗ്രസും നടത്തുന്നത് പോലെയുള്ള കൂട്ടുകെട്ടുകളും കൈകൊടുക്കലുകളും പിന്തുണയും, അല്ലെങ്കിൽ അവർക്ക് സ്ഥാനമാനങ്ങൾ വാരിക്കോരി കൊടുത്ത് അവരെ വോട്ട് പൂജിക്കലൊന്നും BJP-യിൽ നടക്കും എന്ന് തോന്നുന്നില്ല. എന്തായാലും അനായാസേന ലയനം. അപ്പൊ പിന്നെ CPM-ന് SDPI-യുമായിട്ടോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രസ്ഥാനങ്ങളുമായിട്ടോ ലീഗുമായിട്ടോ ഒക്കെ ലയിക്കാവുന്നതാണ്. അതും സാധ്യമാണ്. അതും അനായാസേന ലയനം സാധ്യം തന്നെ.